വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച ബഹുനില കെട്ടിടം 3 വർഷമായിട്ടും ഉദ്ഘാടനം ചെയ്യാനാകാത്ത അവസ്ഥയിലാണ്. ഫയർഫോഴ്സ് വിഭാഗത്തിന്റെ സുരക്ഷാനുമതി ഇതുവരെയും ലഭിച്ചിട്ടില്ല. ബ്ലോക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഗതാഗത സൗകര്യം ഇല്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഭൂമി വിട്ടു നൽകാൻ പ്രദേശവാസികൾ തയ്യാറായെങ്കിലും നഷ്ടപരിഹാരത്തിന് ഇനിയും തീരുമാനമായിട്ടില്ല. താലൂക്ക് തല ആശുപത്രി സൗകര്യങ്ങളോടെ പുതിയ മന്ദിരം പ്രവർത്തന സജ്ജമാക്കണമെന്നതാണ് വിഴിഞ്ഞത്തുകാരുടെ ആവശ്യം. തീരദേശ ജനങ്ങൾ മാത്രമല്ല, അത് കർഷകരും കൂലിത്തൊഴിലാളിക്കാരും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളൊക്കെ എല്ലാം ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണത്. അരനൂറ്റാണ്ട് മുമ്പ് തന്നെ ഈ ആശുപത്രിയുടെ പ്രവർത്തനം ആയി തുടങ്ങിയതാണ്. പാവങ്ങളെല്ലാം ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. കെട്ടിടം കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ പട്ടികളെല്ലാം മേഞ്ഞ് നടക്കുകയാണ് അതിനകത്ത്. ഫയർ സേഫ്റ്റിയുടെ ലൈസൻസ് കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ റീസൺ പറയുന്നത് ഈ സഞ്ചാര തടസ്സമാണ് അവിടെ. അപ്പോൾ ഒരു വാഹനം മാത്രം കടന്നു പോകുന്നത് സേഫ്റ്റി അംഗീകരിക്കാൻ പറ്റത്തില്ല, ലൈസൻസ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് തടസ്സമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി സമീപസ്ഥരായ ആൾക്കാർ തയ്യാറാണെന്നാണ് പറയുന്നത്. അവർ ഭൂമി കൊടുക്കാൻ തയ്യാറാണ്. അദാനി ഫണ്ട് അനുവദിച്ച് ഒരു നിലയാണ് അദാനി അനുവദിച്ചിരിക്കുന്നത്, ബാക്കി സർക്കാരിൻ്റെയാണ്. കെട്ടിടം കംപ്ലീറ്റ് ആയിട്ട് 3 വർഷമായി. പക്ഷേ ഉദ്ഘാടനത്തിന് സജ്ജമാകാത്തത് ഈ പറഞ്ഞ തടസ്സങ്ങൾ, സേഫ്റ്റി ക്ലിയറൻസ് കിട്ടാത്തതാണ് പ്രശ്നം. അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, നാട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ സാമൂഹിക ആരോഗ്യ കേന്ദ്രം. പക്ഷേ ഇതാ 100 നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് അതിന്റെ ഉദ്ഘാടനവും പ്രവർത്തന സജ്ജമാകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ വൈകി പോവുകയാണല്ലേ? വിനീത, ഇത് 2018 ഈ ആശുപത്രി വളരെ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് 4 നില നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചത്. ഫിഷറീസ് വകുപ്പാണ് 3 നില നിർമ്മിച്ചത്. 2023 ഈ 4 നില ബഹുനില കെട്ടിടം പൂർത്തിയാവുകയും ചെയ്തു. അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ചാണ് 1 നില പൂർത്തിയാക്കുകയും ചെയ്തത്. പക്ഷേ ഇതിന് ഇതുവരെയും കെട്ടിട നമ്പർ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഗുരുതരമായ ഒരു പ്രതിസന്ധി തുടരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് വേണ്ട മതിയായ ഗതാഗത സൗകര്യം ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇതിന് സുരക്ഷാ അനുമതി നൽകാതെ വന്നത്. അതോടുകൂടി ഇപ്പോൾ കെട്ടിടത്തിന് വൈദ്യുതി കണക്ഷനും കിട്ടിയിട്ടില്ല, കെട്ടിട നമ്പരും കിട്ടാത്ത ഒരു സാഹചര്യമാണുള്ളത്. 3 വർഷമായിട്ട് വിഴിഞ്ഞത്തെ നിവാസികൾ ഈ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അതിന്റെ ഒരു വികസനം കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിന് ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. തൊട്ടടുത്തുള്ള നാട്ടുകാർ ഈ വേണ്ട ഭൂമി വിട്ടു നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇത് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സർക്കാരിനും കഴിഞ്ഞില്ല. കാരണം അവരാവശ്യപ്പെടുന്ന ഈ നഷ്ടപരിഹാരം ജനങ്ങൾക്ക് നൽകാനായിട്ട് ഇതുവരെയും സാധിച്ചില്ല എന്നുള്ളതാണ് ഈ പദ്ധതി നീണ്ടുപോകുന്നത്. ഇതുവരെയും ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ ഈ 4 നില കെട്ടിടം അടച്ചുപൂട്ടി കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ അവിടെ ഉള്ളത്. വിനീത, ശരി. അരുൺ സോളമനാണ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ദുരവസ്ഥ കാണിച്ചു തന്നെ. ഏതായാലും വിഴിഞ്ഞത്തുകാരുടെ ആവശ്യം ന്യായമാണ്. അതിനൊരു പരിഹാരം ഉടൻ ഉണ്ടായേ മതിയാകും.